മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച മോഹൻലാലിനെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാനായത്. ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് 100 കോടി കേരള ബോക്സ് ഓഫീസിൽ പിറന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഇത് മോഹൻലാലും ആവർത്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തി. ആശീർവാദ് സിനിമാസ് ആ മൈൽ സ്റ്റോണിന്റെ കാര്യം പറഞ്ഞ് പോസ്റ്റർ വരെ ഇറക്കി. ഒറ്റക്കൊമ്പന്റെ കേരള ബോക്സ് ഓഫീസിലെ 100 കോടി വേട്ട നന്ദി പറയുകയായിരുന്നു മോഹൻലാൽ തരുൺമൂർത്തി ടീമിന്റെ തുടരുമെന്ന സിനിമ റെക്കോർഡുകൾ തിരുത്തി ജൈത്രയാത്ര തുടരുകയാണ്. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 100 കോടിയിലധികം രൂപയാണ് നേടിയിരിക്കുന്നത്. ഇതിന്റെ ആഘോഷം മോഹൻലാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ മാത്രം 100 കോടി നേടുന്ന ആദ്യ സിനിമ എന്ന റെക്കോർഡ് നേടി തുടരും. നമ്മൾ ഒരുമിച്ച് സൃഷ്ടിച്ച ഒരു നാഴികക്കല്ല്, കേരളത്തിന് നന്ദി എന്ന് മോഹൻലാൽ കുറിച്ചു. അങ്ങനെ 100 കോടി ആദ്യമായി കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഓരോ മൈൽ സ്റ്റോണുകളും ക്രിയേറ്റ് ചെയ്തത് എടുത്ത് പറഞ്ഞുകൊണ്ട് ട്രാക്കർമാർ എത്തുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 10 കോടി നേടിയത് അനിയത്തിപ്രാവ് എന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രമായിരുന്നു. 20 കോടിയിലേക്ക് എത്തിയത് 2020 എന്ന മൾട്ടി സ്റ്റാർ ചിത്രം വന്നപ്പോഴായിരുന്നു. അതിൽ മോഹൻലാലും മമ്മൂട്ടിയും മലയാളത്തിലെ നിരവധി താരങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 30-40 കോടി പിറന്നത് ദൃശ്യം സിനിമ വന്നപ്പോഴായിരുന്നു. പിന്നീട് കേരള ബോക്സ് ഓഫീസിൽ 50-80 കോടി പിറന്നത് പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ 90-100 കോടിയും പിറന്നത് തുടരും എന്ന ചിത്രത്തിലൂടെ. പുതിയ മൈൽ സ്റ്റോണുകൾ ക്രിയേറ്റ് ചെയ്ത് മോഹൻലാൽ തുടക്കം മുതലേ ഉണ്ട് എന്നതാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മോഹൻലാൽ വുഡ് എന്ന് എടുത്തു പറയേണ്ട സാഹചര്യം നമുക്ക് വരികയാണ്. 19 ദിവസം കൊണ്ടാണ് 100 കോടി കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന ചിത്രം നേടിയിരിക്കുന്നത്. മോഹൻലാലിനെ കൂടാതെ ഒരു മൈൽ സ്റ്റോൺ ബോക്സ് ഓഫീസിൽ പറ്റത്തില്ല എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. മോഹൻലാൽ ആയിരിക്കും മോളിവുഡിൽ ആ മൈൽ സ്റ്റോണുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് തകർക്കാനായി പലരും വരേണ്ടതുണ്ട്. കേരളത്തിൽ നിന്നും മാത്രം 100 കോടി, ഇതൊക്കെ സ്വപ്നം കാണുകയാണെന്നോ പ്രേക്ഷകർ തന്നെ അത്ഭുതത്തോടെ പറയുകയാണ്. നിലവിൽ മലയാളത്തിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ ആണിത്. ലാലേട്ടൻ പടം ഇത് മോളിവുഡിന് ആദ്യമായി നേടിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. സച്ചിൻ ആദ്യമായി ഓടി ഡബിൾ അടിച്ച പോലെ ഇനി ആരെല്ലാം നേടിയാലും എന്തെല്ലാം നേടിയാലും ആദ്യം കേരളത്തിൽ 100 കോടി നേടിയ പടത്തിലെ നായകൻ മോഹൻലാൽ തന്നെയാണ് ഇത് നേടേണ്ടത് എന്നത് കാലത്തിന്റെ ഒരു കാവ്യനീതിയാണ്. ഇത് അയാളുടെ പേരിൽ ചേർക്കാൻ കാലം തീരുമാനിച്ചതാണ്. ദൈവം അനുഗ്രഹിച്ച കലാകാരന്മാർക്ക് ഇങ്ങനെ ചില കയ്യൊപ്പുകൾ കാലം നൽകും. ഇത് തന്നെയാണ് ആരാധകർ പോലും ഈ അവസരത്തിൽ പറയുന്നത്. തുടരും കഴിഞ്ഞ ദിവസം കേരളത്തിൽ 100 കോടി അടിക്കുമ്പോൾ പലർക്കും വലിയ പ്രൗഡ് മൊമെന്റ് ആണ് മോഹൻലാൽ എന്ന താരം നൽകിയിരിക്കുന്നത്. ചിലരൊക്കെ പറയുന്നത് ഇത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ഈസിയായി ഇനി അടിക്കാവുന്ന ഫിഗർ ആണെന്നാണ്. 2016 പുലിമുരുകൻ ആഗോള മാർക്കറ്റിൽ നിന്നും 100 കോടി നേടിയപ്പോൾ ഇങ്ങനെ ചില ഡയലോഗ് കേട്ടിരുന്നു. പക്ഷേ ഒരു നോൺ മോഹൻലാൽ മോളിവുഡ് 100 കോടിക്ക് അവർ കാത്തിരുന്നത് 7 കൊല്ലമാണ്. ഇന്ന് മോഹൻലാൽ നേടുന്നത് നാളെ നിങ്ങൾക്കും ഈസിയായി നേടാം എന്നത് വെറും മോഹമാണ് എന്നതാണ് ചരിത്രം. ഇവിടെയൊക്കെ ഇനി ആർക്ക് എത്തപ്പെടാം. പലരും പുതിയ സിനിമകളുടെ പേരുകൾ പറയുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ നടക്കുമോ എന്നത് കാലം തന്നെ തെളിയിക്കും. കൂടാതെ തുടരുമെന്ന ചിത്രം പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കിക്കൊടുത്ത റവന്യൂ ആണ് അതിലും വലിയ ഗംഭീരം. ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി 42 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം തുടരുമെന്ന ചിത്രം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു ആദ്യത്തെ സിനിമയാണ് 40 കോടി ഷെയർ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതും. ഒരു 45 കോടി തിയേറ്ററിക്കൽ ഷെയറിലേക്ക് എത്തുകയാണ് ഈ മോഹൻലാൽ സിനിമ. ഇതൊക്കെ കാണുമ്പോൾ ഓരോ നിർമ്മാതാക്കളും സംവിധായകരും കൊതിക്കുകയാണ് മോഹൻലാലിനൊപ്പം ഇതുപോലൊരു സിനിമ ചെയ്യാനും ഇതുപോലൊരു വിജയം നേടാനുമായി. മോഹൻലാലിന്റെ വരാൻ പോകുന്നതും മോഹൻലാലുമായി ചേർന്ന് കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്ന സിനിമകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ വരികയാണ്. ഇതിൽ തന്നെ ഹൃദയപൂർവ്വം എന്ന ചിത്രം മോഹൻലാലിന്റേതായി അടുത്ത റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ്, ഓണ ചിത്രമായി. ഇതിലെ ചില ഗംഭീര നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നതുമുണ്ട്. ഒരു മികച്ച സിനിമ പ്രതീക്ഷിക്കുകയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയിൽ ഹൃദയപൂർവ്വത്തിലൂടെ. ഇതിനപ്പുറം മോഹൻലാലുമായി നിരവധി സംവിധായകരും പുതിയ സിനിമകളും ഒക്കെ വരാൻ പോകുന്ന റിപ്പോർട്ടുകൾ വരിവരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടത് മോഹൻലാലും ഷാജി കൈലാസും ഒന്നിക്കാൻ പോകുന്ന റിപ്പോർട്ടുകളായിരുന്നു. ഇങ്ങനെയൊരു റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും അതിനൊപ്പം തന്നെ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിനൊക്കെ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് ഷാജി കൈലാസ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എത്തിയത്. കുറച്ചാൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ ഷാജി കൈലാസ് മോഹൻലാലുമായി സിനിമ ഒരുക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. എന്നാൽ അതിന്റെ പണിപ്പുരയിലാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഡിസ്കഷനുകളോ ഒന്നും നടന്നില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ എന്നത്. അതുപോലൊരു കാര്യമായിരുന്നു ഷാജി കൈലാസും പറഞ്ഞത്. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ ഈ വരാൻ പോകുന്ന മോഹൻലാൽ സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മോഹൻലാലിനെ നായകനാക്കി ഞാൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം വരുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നത് കണ്ടു. തികച്ചും അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമായ ഊഹാപോഹങ്ങളാണിത്. നിങ്ങൾ നൽകുന്ന പിന്തുണയെയും ആവശ്യത്തെയും ഞാൻ ഏറെ വിലമതിക്കുന്നുണ്ട്. പക്ഷേ എന്റെ പ്രോജക്റ്റുകളെ സംബന്ധിക്കുന്ന വിവരങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഞാൻ തന്നെയായിരിക്കും നടത്തുക എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നും ഷാജി കൈലാസ് പറഞ്ഞു. എന്തായാലും മോഹൻലാലിന്റേതായി വരാൻ പോകുന്ന നിരവധി ചിത്രങ്ങളുടെ അനൗൺസ്മെന്റുകൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ചർച്ചകളിൽ ഇരിക്കുന്ന സിനിമകളും ധാരാളമുണ്ട്. ജിത്തു മാധവൻ, അനൂപ് മേനോൻ, കൃഷാന്ത് എന്നീ സംവിധായകർ ചെയ്യുന്ന ചിത്രങ്ങൾ, ജിത്തു ജോസഫ് ഒരുക്കുന്ന ദൃശ്യം 3 എന്നിങ്ങനെ പോകുന്നു മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളുടെ ഒരു ലൈനപ്പ് തന്നെ. എന്തായാലും തുടരുമെന്ന ചിത്രം ഒരു അടി പോലും പിന്നോട്ട് പോകാതെ കുതിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.
കാണുന്നത്. 100 കോടിയും കഴിഞ്ഞ് ഇനി എത്ര കോടി വരെ ഈ തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഓടും എന്നത് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ഓരോ മലയാളികളും. തുടരുമെന്ന ചിത്രം അതിഗംഭീരമായി തിയേറ്ററിൽ ഓടുന്നതുകൊണ്ട് തന്നെ പലരും ഒന്ന് ബാക്കൗട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് കാണാവുന്നത്. അതിൽ പ്രമുഖരാണ് മോഹൻലാലിന്റെ തന്നെ വാസ്കോ. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ആഘോഷമാകാൻ ചോട്ടാ മുംബൈ എന്ന ചിത്രം റീ റിലീസായി എത്തുന്നുണ്ട്. എന്നാൽ തുടരുമെന്ന സിനിമയുടെ ഈ റൺ കണ്ട് ചോട്ടാ മുംബൈ വരെ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് റിലീസ്. മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21 സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ ആരാധകർ ഏറെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. എന്നാൽ സിനിമയുടെ ഈ റീ റിലീസ് നീട്ടിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. സിനിമയുടെ നിർമ്മാതാവായ മണിൻപിള്ള രാജു ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. മോഹൻലാൽ ചിത്രമായ തുടരും തിയേറ്ററിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സാഹചര്യത്തിലാണ് ചോട്ടാ മുംബൈയുടെ റീ റിലീസ് നീട്ടുന്നത് എന്ന് മണിൻപിള്ള രാജു പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നു. ജൂണിലായിരിക്കും ചിത്രം എത്തുക. ഇത് പ്രേക്ഷകർ അറിഞ്ഞപ്പോൾ അവരുടെ ആദ്യ വാക്ക് അപ്പോൾ തുടരും ഒന്നും കൂടെ കാണണമല്ലോ എന്നതായിരുന്നു.